ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇന്ന് അവതാൻ സിനിമ കാണാൻ പോകുന്നത്. അങ്ങനെ ഫ്ലാറ്റിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. കുറെ ഇരുട്ടാണ്. ഇതിലേക്കാളും ഇരുട്ടാണ് ഈ കാണുന്നേക്കാളും. സാധാരണ 3 മണിയാകുമ്പോ തന്നെ ഇവിടെ ഇരുട്ടാവും UK-ല്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവാണ്. ഈ രണ്ടാൾക്കാരെയും കൂടി പിക്കപ്പ് ചെയ്യാനുണ്ട് പോകുന്ന വഴിക്ക്. അങ്ങനെ തിയേറ്ററിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇതാണ് ആ ഒരു ഏരിയ. അങ്ങനെ നടന്നു പോയി പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു ആർക്ക് സിനിമാസ് എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഉണ്ട്. അവിടേക്കാണ് പോകുന്നത്. അതിൻ്റെ പരിസരത്തുള്ള ഫുഡിൻ്റെ ഏരിയാസാണ് ഇതൊക്കെ. കൂടുതലും ഇംഗ്ലീഷുകാർക്ക് പറ്റിയ ഫുഡായിരിക്കും. നമുക്ക് പറ്റിയത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ പലതിലും ഞങ്ങൾ കയറിയിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. അങ്ങനെ നമ്മളിത് തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആർക്ക് സിനിമാസ്. കണ്ടില്ലേ, ദി ആർക്ക് സിനിമാസ്. പുതിയതായി ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് പുത്തനായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ നമുക്ക് ഉള്ളിലേക്ക് പോവാം. അതിലൊക്കെ തന്നെ തുറന്നൊരു എന്താ ചെയ്യുക, എന്താണ് ഒരു എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോവാണ്. അപ്പോൾ അവിടെ സ്ക്രീനിൽ നമ്മൾ ഏതാ സ്ക്രീൻ നമ്പർ എന്നൊക്കെ കാണിച്ചു തരും. അപ്പം നോക്കിയപ്പോഴാണ് ഒരു സംഭവം മനസ്സിലായത്. ഞാൻ ആ കാണിക്കുന്നതല്ല ഞങ്ങൾ കയറാൻ വേണ്ടി ബുക്ക് ചെയ്തത്. 3D അല്ല ബുക്ക് ചെയ്തത്, ഹൈപ്പർസെൻസ് ആണ് ബുക്ക് ചെയ്തത്. അപ്പോൾ പിന്നെ കണ്ണട വെച്ചിട്ടൊക്കെ സിനിമ കാണാമെന്ന് കരുതി ഇരുന്ന ഞങ്ങൾ ആ ഒരു ആഗ്രഹം അവിടെ പുറത്ത് വെച്ചിട്ട് ഉള്ളിൽ കയറി. എന്നിട്ട് ഹൈപ്പർ സെൻസിൽ കാലൊക്കെ നീട്ടി നമുക്ക് കടന്നിരുന്ന് കാണാം, ഇരുന്നും കടന്നൊക്കെ കാണാം. അപ്പോൾ അതിൽ കയറി. ഇതാണ് കയറി വരുമ്പോഴുള്ള ക്രിസ്മസിൻ്റെ ആരവങ്ങളാണ് അതൊക്കെ. ഇതാണ് നമ്മുടെ ഫുഡ് കോർട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ. അവിടെ നമുക്ക് ഫുഡ് വാങ്ങാം, പോപ്കോൺ വാങ്ങാം, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ സാധനം അവിടെ നിന്ന് കഴിക്കാം. അവിടുന്ന് തന്നെ നമുക്ക് പോപ്കോണും കിട്ടും. ഒരു പോപ്കോണിനൊക്കെ 1000 രൂപ നമ്മൾ കൊടുക്കണം. പക്ഷെ നമ്മൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് പകുതി പൈസയ്ക്ക് കിട്ടി. അപ്പോൾ പിന്നെ നമ്മളത് വാങ്ങി നമുക്ക് എന്തെങ്കിലും കഴിക്കാതെ അതിന് സിനിമ കാണാൻ പറ്റില്ലല്ലോ. അതിൻ്റെ കൂടെ നമുക്ക് ഇതൊരു കോംബോ ആയിട്ട് കിട്ടുന്നതാണ് ഈ ഒരു കൊക്കക്കോളയും കൂടി. ഓക്കെ, അങ്ങനെ നമ്മൾ സ്ക്രീൻ 4 തരഞ്ഞു പോവാണ്. നമ്മുടെ സ്ഥലങ്ങളിൽ എഴുത്ത് കാരണം സ്ക്രീൻ 4 ഏതോ ഒരു അറ്റത്താണ്. അപ്പോൾ നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. ഇതാണ് ഞാൻ, ഇതാണ് ആഷ്ലി. അവൾ ക്യാമറയിലെങ്ങാനും വെട്ടാനോ വൈറലായാലോ എന്ന് പേടിച്ച് അവൾ മാറി നടക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഇതാണ് നമ്മുടെ തിയേറ്റർ. കണ്ടില്ലേ, വാവ്, വാട്ട് എ ബ്യൂട്ടി. ഒരു പൂച്ചാണ്ടി പോലും ഇല്ല. ആ ഫുള്ള് ഇംഗ്ലീഷുകാര്, കുറച്ച് ആഫ്രിക്കൻസ്, അങ്ങനത്തെ ആൾക്കാർ തന്നെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 3D ആയിരിക്കും എല്ലാവരും കയറിയിട്ടുണ്ടാവുക. കണ്ടല്ലേ, സംഭവം നന്നായിട്ടുണ്ട്. ഹൈപ്പർ സെൻസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കാലൊക്കെ നീട്ടി വെച്ച് കിടന്ന് കാണാം. പക്ഷെ എന്നാലും എനിക്ക് ആ 3D കിട്ടാതെ പോയതിൻ്റെ സങ്കടം എൻ്റെ മനസ്സിന്ന് മാറുന്നില്ല. എന്നാലും അടിപൊളിയായിരുന്നു അവതാർ എന്തായാലും. അങ്ങനെ അവതാർ കഴിഞ്ഞ് അപ്പുറത്തൊരു സ്കേറ്റിങ്ങിൻ്റെ സംഭവം ഉണ്ടായിരുന്നു. അതിൽ കുറേ ആൾക്കാർ കെട്ടിമറിഞ്ഞ് വീഴത് നമ്മൾ കണ്ടിങ്ങനെ നിന്നു. അതെങ്ങനെയാണെന്നാവോ ഇവരെല്ലാവരും കൂടി ഈ സംഭവത്തിൽ നിൽക്കണേ. ഇതൊരു പോയിന്റ് പോലെ ഒരു സാധനമാണ്, ഒരു സ്കെയില് പോലെ. അതിലെങ്ങനെ ഇവർ കയറി നിൽക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. അവനെല്ലാം കഴിഞ്ഞപ്പോഴേക്ക് നട്ടപ്പാതിരാത്രിയായി. ഒരു മനുഷ്യൻ്റെ കുട്ടിയോടെ കാണാല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ ബൈ ഗൈസ്.